Hi all of you. Welcome you all to this class. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്താണ്, എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ നിന്ന് വരുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ലെറ്റ് us start. The topic is Wheatstone bridge and this is a general form of a bridge circuit. അപ്പോൾ ബ്രിഡ്ജ് സർക്യൂട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ഒരു കോമൺ ബ്രിഡ്ജ് സർക്യൂട്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് എന്ന് പറയുന്നത് ഒരു 4 ആം ആണ് കാണുന്നത്. Z1, Z2, Z3 ആൻഡ് Z4. 4 ആം. ആ 4 ആമിന്റെ ഇപ്പൊ 2 പോയിന്റുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ Z1 ഉം Z2 ഉം കണക്ട് ചെയ്യുന്ന പോയിന്റും ഈ Z3 ഉം Z4 ഉം കണക്ട് ചെയ്യുന്ന പോയിന്റിന്റെ ഇടയിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? സോഴ്സ്. ഓക്കെ, ഇനി ഈ Z1, Z3 കണക്ട് ചെയ്യുന്ന പോയിന്റും Z2, Z4 കണക്ട് ചെയ്യുന്ന പോയിന്റും ആ ഒരു ആമിന്റെ ഒരു ഇടയിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ഒരു ഡിറ്റക്ടർ. ഡിറ്റക്ടർ മീൻസ് വിച്ച് ഡിറ്റക്ട് സംതിങ്. ഓക്കെ, കറണ്ട് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ നമ്മളിത് ഏത് ടൈപ്പ് ഓഫ് ഡിറ്റക്ടർ ആണെന്നൊക്കെ നമുക്ക് അടുത്ത സ്ലൈഡിൽ മനസ്സിലാക്കാം. സോ ഇതെന്താ ഒരു പ്രിസിഷൻ മെഷർമെന്റ് ഒരു സർക്യൂട്ട് ആണ് ഈ ബ്രിഡ്ജ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ മെഷർ യൂസിങ് ഐദർ റെസിസ്റ്റർ, ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ് എക്സെട്ര. ഓക്കെ, അപ്പൊ ഇതൊരു ക്ലോസ് സർക്യൂട്ട് ആണ്. ഇനി ഇതിന്റെ ഒരു സ്പെഷ്യൽ ഫോം ആണ് എന്ത്? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ അതില് നമ്മൾ കുറച്ച് പാരാമീറ്റേഴ്സ് ഒക്കെ പറഞ്ഞല്ലോ, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ എന്നൊക്കെ. അപ്പൊ അത് പലതിലും പല പേരുകളിലാണ് ബ്രിഡ്ജസ് അറിയപ്പെടുന്നത് ഓരോ മെഷർമെന്റിനും. അപ്പൊ ഇത് നമ്മള് DC വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. അപ്പൊ യു ക്യാൻ ആസ്ക് വെദർ ദർ ഇസ് എ DC AC വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഉണ്ടോ എന്നുള്ളത്. ഓഫ് കോഴ്സ് നമുക്ക് അതിനെ AC എന്ന് പറയാം, ബട്ട് അത് അപ്പോഴത്തേക്കും വേറെ പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ആൻഡ് സിംപ്ലസ്റ്റ് ബ്രിഡ്ജ് നെറ്റ്വർക്ക്. ഓക്കെ, അപ്പൊ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ ഒരു സ്ലൈഡിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ആൻസേഴ്സ് ഉണ്ട്. ടു ഫൈൻഡ് ദി റെസിസ്റ്റൻസ് ഇൻ ദ DC വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഓക്കെ, ഇത് നമുക്ക് യൂസിങ് ദിസ് ബ്രിഡ്ജ് സ്മോൾ ചേഞ്ചസ് ഇൻ റെസിസ്റ്റൻസ് ആർ ടു ബി മെഷേർഡ്. ഓക്കെ, അപ്പൊ അത് എപ്പോഴാണ് നമുക്ക് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസസ് മെഷർ ചെയ്യുന്ന സാഹചര്യം വരുന്നത്? വെൻ വി യൂസ് സർട്ടൺ സെൻസർ ആപ്ലിക്കേഷൻസ്. അപ്പൊ ചില സെൻസേഴ്സ് ഉണ്ടല്ലോ, തെർമിസ്റ്റർ ആയാലും RTD ആയാലും, അതിലൊക്കെ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആണ് ഫിസിക്കൽ പാരാമീറ്റേഴ്സിന്റെ മെഷർമെന്റ്സ് നമുക്ക് തരുന്നത് അല്ലെ. അപ്പൊ നമുക്കിത് എപ്പോഴും ഒരു വോൾട്ടേജിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുമ്പോഴാണ് കൺട്രോൾ ചെയ്യാനും അത് മെഷറബിൾ ആയിട്ട് വരുന്നത് അപ്പോഴാണ്. അപ്പൊ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് ഒക്കെ നമുക്ക് ഈ ബ്രിഡ്ജ് സർക്യൂട്ടിൽ വെച്ച് എടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഈ ലാസ്റ്റ് ഇതിൽ പറയുന്നത്. It is also used to convert resistance change to a voltage change. കാരണം നമ്മളൊരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് ഒരു വോൾട്ടേജിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് വരുമ്പോൾ ചേഞ്ച് ഇൻ വോൾട്ടേജ് വരും. സോ ദാറ്റ് ചേഞ്ച് ഇൻ വോൾട്ടേജ് ഇസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്. ഓക്കെ, ദാറ്റ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് മേ ബി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അങ്ങനെയാണ് നമ്മൾ ഇത് ഓരോ മെഷർമെന്റ്സ്, ഫിസിക്കൽ പാരാമീറ്റേഴ്സിന്റെ മെഷർമെന്റ്സ് എടുക്കുന്നത്. സോ വൺ ഓഫ് ദി ആപ്ലിക്കേഷൻ ഓഫ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻസർ ആപ്ലിക്കേഷൻസ്. ഓക്കെ, ട്രാൻസ്ഡ്യൂസർ ഒക്കെ നമുക്ക് പ്ലേസ് ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷനിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദി ജനറൽ ഫോം ഓഫ് എ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. യു ക്യാൻ സി ഇതിൽ 4 ആംസും എന്തുതന്നെയാണ്? 4 ആംസും റെസിസ്റ്റേഴ്സ് ആണ്. നമുക്ക് ഒരു അൺനോൺ ആയിട്ടുള്ള ഒരൊറ്റ റെസിസ്റ്റർ ആണ് ഉണ്ടാവുക. ദാറ്റ് ഇസ് മെൻഷൻ ഹിയർ ആസ് RX. ബാക്കിയുള്ള റെസിസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് നോൺ ആണ്. സോ ഇതിന്റെ ഒരു ജനറൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് തന്നെ വി ആർ കമ്പയറിംഗ് ദി അൺനോൺ വിത്ത് ദി നോൺ റെസിസ്റ്റേഴ്സ് എന്നാണ്. ഈ നോൺ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഓക്കെ, ഇറ്റ്സ് ഒരു ഷേപ്പ് ഓഫ് എ ബ്രിഡ്ജ് ആയതുകൊണ്ടാണ് ഇതിനെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് 2 ടെർമിനൽ CD, അപ്പോ AB, ഈ 2 ടെർമിനലുടെ ഇടയിൽ സപ്ലൈ കൊടുക്കും. ബാക്കി ഈ 2 ടെർമിനലുടെ ഇടയിലാണ് ഡിറ്റക്ടർ. സോ ഇവിടെ G മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് എ ഗാൽവനോമീറ്റർ. ഇത് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഗാൽവനോമീറ്ററുടെ പ്രത്യേകത എന്താ? കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ ഉണ്ടാവും അല്ലെ.
ആ ഡിഫ്ലക്ഷൻ ഉണ്ടാവണമെങ്കിൽ ഈ രണ്ട് സിയിലെയും ഡിയിലെയും വോൾട്ടേജ് സിമിലർ ആവരുത്. ഏതെങ്കിലും ഒരെണ്ണം കൂടിയിരിക്കണം ഒരെണ്ണത്തിനേക്കാളും. അപ്പോഴാണ് ഈ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് അതിലൊരു ഡിഫ്ലക്ഷൻ കാണിക്കും അല്ലെ, കറണ്ടിന്റെ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. പക്ഷെ നമുക്ക് അത് വെച്ചിട്ട് ഈ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്കിത് കണ്ടുപിടിക്കണമെങ്കിൽ എന്തായിരിക്കണം? ബാലൻസ്ഡ് ആയിരിക്കണം. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ വെച്ചിട്ടാണ് ഈ ഒരു ആർ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ആ ബാലൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ സിയിലെയും ഡിയിലെയും വോൾട്ടേജ് സെയിം ആയിരിക്കണം. ഈ രണ്ട് വോൾട്ടേജും സെയിം ആണെങ്കിൽ ഡിഫ്ലക്ഷൻ കാണിക്കോ? ഇല്ല. സോ ഇറ്റ് ഷോസ് നൾ ഡിഫ്ലക്ഷൻ. ആ നൾ ഡിഫ്ലക്ഷൻ എന്നുള്ള ഒരു പോയിന്റ്, ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ആ നൾ ഡിഫ്ലക്ഷൻ കാണിക്കാൻ വേണ്ടി നമ്മളിപ്പോ ചിലപ്പോ ഈ R1 അല്ലെങ്കിൽ R3 R2 ഏതെങ്കിലും ഒരെണ്ണം വേരിയബിൾ ആക്കേണ്ടി വരും. അഡ്ജസ്റ്റ് ചെയ്ത് ഇത് നള്ളിലാക്കി വെക്കും. അങ്ങനെയാണ്. ഓക്കെ, സോ this bridge is used to find the unknown resistance very precisely by comparing it with a known value of resistances. Okay, in null or balanced conditionലാണ് ഈ ഒരു റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ വെച്ച് നോക്കാം. അപ്പൊ ഈ സി പോയിന്റിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യു ക്യാൻ സി, നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പാത്ത് മാത്രം എടുക്കുക. ഏത് പാത്ത്? ഈ വോൾട്ടേജ് അക്രോസ് R2. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു പാത്ത് മാത്രം എടുക്കുക. ഏതാ? ഈ പ്ലസ് സിന്ന് എന്ന്, പ്ലസ് സിന്ന് എയിലേക്ക്, എന്ന് സിയിലേക്ക്, സിന്ന് ബിയിലേക്ക്, ബിന്ന് വീണ്ടും നെഗറ്റീവിലേക്ക്. ഓക്കെ, അപ്പൊ വോൾട്ടേജ് അക്രോസ് R2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ഫോം ചെയ്യും അല്ലെ. അതേപോലെ നമുക്ക് ഇവിടെ വോൾട്ടേജ് അറ്റ് പോയിന്റ് ഡി എന്ന് പറയുന്നത് എന്താ? വോൾട്ടേജ് അക്രോസ് RX ആണ് അല്ലെ. വോൾട്ടേജ് അക്രോസ് RX എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ്സ് എ സർക്യൂട്ട് കണ്ടെയ്നിങ്, ഇറ്റ്സ് എ ലൂപ്പ് കണ്ടെയ്നിങ് A R3 D RX B ടു ദി നെഗറ്റീവ് ടെർമിനൽ. അപ്പൊ ഡിയിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വോൾട്ടേജ് അക്രോസ് RXലെ വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ R2ലെ വോൾട്ടേജ് എന്ന് പറയുന്നതും വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇഫ് ബോത്ത് ആർ ഈക്വൽ ദെൻ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് കാൽക്കുലേഷൻ നടക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, സോ we are going to measure, or we are going to write the expression for the voltage at the point C as well as at the point D. അത് കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ പറഞ്ഞു. അതൊരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ കേസ് എടുക്കാം. ആദ്യത്തെ കേസ് എടുക്കുമ്പോൾ ബാറ്ററിയുടെ പ്ലസ് ടെർമിനൽ അല്ലെ, നമുക്ക് നോക്കാം. ബാറ്ററിയുടെ പ്ലസ് ടെർമിനലിൽ നിന്ന് എന്ത് വരും? R1 വരും അല്ലെ. R1ന്റെ ഇടയിൽ ഒരു C പോയിന്റ് ഉണ്ട്. then comes R2, then it goes to the negative terminal. ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇത് വോൾട്ടേജ് ആണെങ്കിൽ V ആണെങ്കിൽ what will be the voltage across R2? It will be V into R2 divided by R1 plus R2 അല്ലെ. V ആണെങ്കിൽ V, E ആണെങ്കിൽ E. ഇനി അടുത്ത E ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി E. ഈ ഒരു പാത്താണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അറ്റ് പോയിന്റ് VC. ഇത് ക്ലിയർ ആയല്ലോ. ടോട്ടൽ പൊട്ടൻഷ്യൽ E ഇൻറ്റു വോൾട്ടേജ് അക്രോസ് R2 എന്ന് പറയുന്നത് എന്താ? ഓക്കെ, VR2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 അല്ലെ. വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് അനുസരിച്ച് ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു the resistance across which voltage is to be determined divided by total resistance. അപ്പോഴാണ് നമുക്ക് ഈ R2ലെ വോൾട്ടേജ് കിട്ടുന്നത്. അതാണ് പോയിന്റ് സിയിലെ വോൾട്ടേജ് എന്ന് പറയുന്നത്. കണ്ടില്ലേ? ഇനി അടുത്ത ലൂപ്പ് എഴുതുമ്പോഴോ നമുക്ക് ഡിയിലെ പൊട്ടൻഷ്യൽ കിട്ടണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ വന്ന് R3 പിന്നെ ഡി എന്നുള്ള പോയിന്റ്, പിന്നെ RX, പിന്നെ അത് നെഗറ്റീവ് അല്ലെ. അപ്പോ നമ്മള് ഈ ഡിയിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് RX ആണല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു RX ഡിവൈഡഡ് ബൈ
R3 plus Rx. ഓക്കെ, അങ്ങനെയാണ് ഈ രണ്ട് എക്സ്പ്രഷനും കിട്ടിയത്, which is the voltage at point D as well as the voltage at point C. ഓക്കെ, ഇനി നമ്മൾ ബാലൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞല്ലോ, no current should flow through G. G is the galvanometer. അപ്പോൾ no current should flow through G. അപ്പോഴാണ് ഈ ഒരു സർക്യൂട്ട് ബാലൻസ്ഡ് ആയി എന്ന് പറയണത്. ആ ബാലൻസ്ഡ് ആവുന്ന കണ്ടീഷനിൽ വോൾട്ടേജ് അറ്റ് C is equal to voltage at D. That means VC is equal to VD. Or എന്തായിരിക്കും? നമ്മളിത് കണ്ടുപിടിക്കുകയാണ് അല്ലെ, ബാലൻസ് കണ്ടീഷനിൽ VC is equal to VD. സോ എന്തായിരിക്കണം? VD equal to VC ആണെങ്കിൽ എന്തായിരിക്കും? VD minus VC is equal to 0 അല്ലെ? അതിനു വേണ്ടി നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ആദ്യം തന്നെ VD minus VC യുടെ എക്സ്പ്രഷൻ എഴുതാണ്. അറ്റ് ബാലൻസ്ഡ് കണ്ടീഷൻ ദാറ്റ് ഇസ് ഈക്വൽ ടു 0. അത് 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ നമുക്ക് ഇതിനെ ഒരെണ്ണത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അല്ലെ? അപ്പൊ നമുക്കിത് ഈക്വലൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഇയും ക്യാൻസൽ ആയി പോവും. ബാക്കി വരുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് RX ആണ് അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എക്സ്പ്രഷൻ കിട്ടും. ഇതെന്ന് പറയണത് എന്താ? RX R1 plus RX R2 is equal to R2 R3 plus R2 RX അല്ലെ? ഈ രണ്ട് ടേമും ക്യാൻസൽ ആയി പോകും. രണ്ട് സെയിം അല്ലേ? ഈ രണ്ട് ടേമും ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് എന്താ? ഈ RX R1 is equal to R2 R3. So ബാക്കി മൂന്ന് നമുക്കറിയാം. We don't know RX. So we can write R2 R3 divided by R1. Okay. ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊസിഷൻസ് ഒക്കെ നോക്കി വെക്കുക. എവിടെയാണ് ഈ R1, എവിടെയാണ് R2, എവിടെയാണ് R3, എവിടെയാണ് RX. ഇതില് എല്ലാ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ബ്രിഡ്ജ് സർക്യൂട്ട്സിലും ഈ പൊസിഷനിൽ തന്നെ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സോ അത് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിച്ചാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ എഴുതാൻ പറ്റുള്ളൂ. ക്ലിയർ ആയല്ലോ? ഇത്രേ ഉള്ളൂ. ഒരു DC ബ്രിഡ്ജ്, 4 ആമില് 4 റെസിസ്റ്റേഴ്സ്, അതിലാണ് നോൺ റെസിസ്റ്റേഴ്സ് കണ്ടുപിടിക്കുന്നു. അതിന്റെ കണ്ടീഷനും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി അൺബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഈ അൺബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് സർട്ടൻ കറണ്ട് ആ ഗാൽവനോമീറ്റർ കൂടെ പാസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? സർട്ടൻ കറണ്ട് ആ ഗാൽവനോമീറ്റർ കൂടെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഏതെങ്കിലും റെസിസ്റ്റൻസിൽ വേരിയേഷൻ കാണണം. അപ്പൊ അങ്ങനെ ആ റെസിസ്റ്റൻസിലെ വേരിയേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഫിസിക്കൽ പാരാമീറ്റേഴ്സ് സച്ച് ആസ് പ്രഷർ, ഫോഴ്സ്, അത് സ്ട്രെയിൻ മെഷർമെന്റ് അല്ലെ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ. അതിൽ വരുന്നത് ഇപ്പൊ ടെമ്പറേച്ചറിന്റെ ചേഞ്ച് കാരണം റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നത് RTD, പിന്നെ തെർമിസ്റ്റർ അല്ലെ, അങ്ങനത്തെ ഒക്കെ. ഇനി പ്രഷർ, പിന്നെ ഫോഴ്സ്, ഇതൊക്കെ കാരണം ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് സ്ട്രെയിൻ ഗേജിലാണ് അല്ലെ? അപ്പോ ഇതിലൊക്കെ ചേഞ്ച് ഇൻ റെസിസ്റ്റേഴ്സ് ആണ് ഉണ്ടാവുന്നത്. ആ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്തുണ്ടാക്കും? ഒരു ബ്രിഡ്ജിനെ അൺബാലൻസ്ഡ് ആക്കുക. അപ്പൊ നമുക്ക് അൺബാലൻസ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ്, ആ ചേഞ്ച് ഇൻ വോൾട്ടേജ് എത്രയാണെന്ന് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസുമായിട്ട് നമുക്കത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഒരു കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത്ര വന്നാൽ ഇത്ര എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റുന്നത്. ടെമ്പറേച്ചർ കാരണം ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് കാരണം അൺബാലൻസ്ഡ് ആവും, ചേഞ്ച് ഇൻ വോൾട്ടേജ് ഉണ്ടാവും. അപ്പൊ അത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്, അപ്പൊ എത്രയാണ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. Here you can see a picture that ഒരു ആമില് എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ട്രാൻസ്ഡ്യൂസർ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? ഒരു ട്രാൻസ്ഡ്യൂസർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാലൻസ്ഡ് കണ്ടീഷനിൽ എന്തായിരിക്കും? ഇതിന് അക്രോസ് ഒരു 0 വോൾട്ടേജ് ആയിരിക്കും. ഇപ്പൊ ഇത് ഈ റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ചെയ്യുമല്ലോ.
അപ്പൊ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യും. അപ്പൊ ചേഞ്ച് ഇൻ വോൾട്ടേജ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എത്രയാണ്, ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. അതില് നമുക്ക് എ സിയിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഡയഗ്രാം കാണിച്ചു തന്നില്ലേ, Z1, Z2, Z3, Z4, അതിലൊക്കെ ഇംപീഡൻസസ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് റെസിസ്റ്റൻസ് ഇറ്റ് ഇസ് ഇംപീഡൻസസ്. പക്ഷെ അതിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരും. അപ്പൊ അത് പല പല പേരുകളിലാണ്, അങ്ങനത്തെ ബ്രിഡ്ജസ് ഉണ്ട്, അത് പല പല പേരുകളിലാണ് അറിയപ്പെടുന്നതെന്ന് മാത്രം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനെയർ സെക്ഷനിലേക്ക് കടക്കാം. The first question is a direct question. Consider using a Wheatstone bridge. R1 200 തന്നിട്ടുണ്ട്, R2 2000 തന്നിട്ടുണ്ട് to measure resistance RM. The bridge is balanced by adjusting R3 until അതിന്റെ അർത്ഥം R3 തന്നിട്ടുണ്ട് എന്നാണ്. What is the value of RM? അപ്പൊ നമുക്ക് ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു വാല്യൂസ് ഒക്കെ വെച്ച് ബ്രിഡ്ജ് ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു കണ്ടീഷനിൽ ഈ ആർ എമ്മിന്റെ സ്ഥലത്ത് ഈ ആർ എക്സിന്റെ സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ആർ എം ഫിക്സ് ചെയ്യാം. സോ വി ക്യാൻ റൈറ്റ് ആർ എം ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, R2 R3 ഡിവൈഡഡ് ബൈ R1 അല്ലെ, നമ്മൾ നേരത്തെ ആ എക്സ്പ്രഷൻ അനുസരിച്ച്. സോ ഇറ്റ് ഇസ് 2000, R3 is 250 divided by R1 is 200 അല്ലേ. അപ്പോ so it is 0 0. It's all. It's a direct question. നെക്സ്റ്റ് ഇങ്ങനെ തന്നിരിക്കുന്നത്. ഇങ്ങനെ തരുമ്പോഴാണ് നമ്മൾ ആ ഒരു വാല്യൂസും ആ റെസിസ്റ്റേഴ്സിന്റെ പൊസിഷൻ എങ്ങനെയായിരുന്നു, ഈ ഗാൽവനോമീറ്ററുടെ പൊസിഷൻ എവിടെയാണ്, അതേപോലെ തന്നെ ഈ സപ്ലൈ വോൾട്ടേജിന്റെ പൊസിഷൻ എവിടെയാണ്, അത് ഇന്റർചേഞ്ച് ചെയ്യാം, അതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ റെസിസ്റ്റേഴ്സിന്റെ പൊസിഷൻ നോക്കിയിട്ട് വേണം എക്സ്പ്രഷൻ എഴുതാനായിട്ട്. ഓക്കെ, ഈ R1 R2 എന്നൊന്നും ആയിരിക്കണം എന്നില്ല എല്ലാത്തിലും. അതാണ് ഈ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിൽ. PQSR 900, അപ്പൊ P 900 തന്നിട്ടുണ്ട്, Q 300 തന്നിട്ടുണ്ട്, S 15 ohm തന്നിട്ടുണ്ട് കേട്ടോ. റെസ്പെക്റ്റീവ്ലി കാൽക്കുലേറ്റ് RX such that the bridge is balanced, അതും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഹൗ ക്യാൻ വി റൈറ്റ് ദി എക്സ്പ്രഷൻ? നമ്മൾ എങ്ങനെ എഴുതിയിരുന്നേ, R1 അല്ലെ, R1 RX അല്ലെ, അങ്ങനെയല്ലേ എഴുതിയിരുന്നേ. സോ ഇവിടെ R1ന്റെ സ്ഥലത്ത് P ഇൻറ്റു RX ഇസ് ഈക്വൽ ടു, പിന്നെ ഓർത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ, പിന്നെ ബാക്കി രണ്ടിന്റെയും മൾട്ടിപ്ലിക്കേഷൻ അല്ലെ, Q ഇൻറ്റു S. സോ RX എന്ന് പറയുന്നത് QS divided by P, which is equal to 300 into 15 divided by 900 അല്ലേ. Three 9 3 5 15, which is 5 ohm. ഓക്കെ, അപ്പൊ ഇത് ഒരു സ്റ്റാൻഡേർഡ് ബ്രിഡ്ജ് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓപ്പോസിറ്റ് ആംസ് തമ്മിൽ നോക്കുക. കണ്ടോ, P ഇൻറ്റു RX is equal to Q ഇൻറ്റു S. നെക്സ്റ്റ് is how many resistance are used in a Wheatstone? It's a common question. നമുക്ക് അറിയാം, 4 ആം ഉണ്ട്, അപ്പൊ 4 ആമിലും റെസിസ്റ്റേഴ്സ് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് is which instrument is used as the null detector in the Wheatstone bridge? നമുക്ക് ഗാൽവനോമീറ്റർ ആണ് നൾ ഡിറ്റക്ടർ ആയിട്ട് കോമൺ ആയിട്ട് Wheatstone bridgeൽ ഉപയോഗിക്കുന്ന ഒരു മീറ്റർ ഡിറ്റക്ടർ. ഓക്കെ, നെക്സ്റ്റ് is electric strain gauges are measured by Wheatstone bridge because എന്താണ്, ഇറ്റ് ഹാസ് നമുക്ക് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. സോ ഇറ്റ് ഷുഡ് ബി വെരി സെൻസിറ്റീവ് അല്ലെ. സോ ഇറ്റ് ഇസ് ഹൈ സെൻസിറ്റീവ്, അതുകൊണ്ടാണ് നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് Wheatstone ബ്രിഡ്ജസ്, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Wheatstone ബ്രിഡ്ജസ് പെർട്ടിക്കുലർലി മെന്റ് ഫോർ DC ബ്രിഡ്ജ്, DC സപ്ലൈ കൊടുത്തിട്ട് ഒരു 4 ആമിൽ റെസിസ്റ്റേഴ്സ് വെച്ചിട്ടുള്ളൊരു
സർക്യൂട്ട് ആണത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ DC ബ്രിഡ്ജ് എന്ന് തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. നെക്സ്റ്റ്, the resistance range measured by the Wheatstone bridge is. റെസിസ്റ്റൻസ് റേഞ്ച് എന്ന് പറയുമ്പോൾ സം മീഡിയം, അതായത് ഒരു മീഡിയം റേഞ്ചസ് ആണ് വരുന്നത്. ഇറ്റ്സ് പെർട്ടിക്കുലർലി വളരെ ലോ റെസിസ്റ്റൻസ് മെഷർമെന്റ്സ് ഒന്നും പറ്റില്ല. ഇറ്റ് ഇസ് certain 1 ohm to certain few mega ohms ആണ്. Okay, so 3 is the answer. മീഡിയം റേഞ്ചിലുള്ള റെസിസ്റ്റേഴ്സ് ആണ് മെഷർ. നെക്സ്റ്റ്, in a Wheatstone bridge, in the battery and galvanometer, if the battery and galvanometer are interchanged, then the deflection in galvanometer will be. അതായത് ഇത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിലും ഗാൽവനോമീറ്ററിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് നള്ളാവുമ്പോഴാണ് ഗാൽവനോമീറ്റർ നൾ പൊസിഷനിൽ വരുന്നത്, അല്ലെ? അപ്പൊ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താലും നോ പ്രോബ്ലം, ഇറ്റ് വോണ്ട് ചേഞ്ച്. നെക്സ്റ്റ് is in the figure, in balanced condition of Wheatstone bridge, എന്തായിരിക്കും ബാലൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്? എന്താണ്? B and D potential are at the same potential, അല്ലെ? നമുക്ക് താഴേന്ന് പോവാം. B is at higher potential ഇല്ല, D is at higher potential ഇല്ല. Any of the two, B or D, can be at higher potential than the other, അതും പറ്റില്ല. When both are at the same potential, the galvanometer shows null detection. അപ്പോഴേ നമുക്ക് ഈ കണ്ടീഷനിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. What condition must be satisfied for a Wheatstone bridge to be balanced? Okay, ഇതിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ റേഷ്യോസ് ആണ്. ഓക്കെ, രണ്ട് ആമിന്റെ റേഷ്യോസ് ആണ് സെയിം ആക്കി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ the ratio of resistance in the two arms must be equal. The ratio of resistance in the two arms must be different. The ratio of resistance in the two arms must be 0. The ratio of resistance must be no. The ratio of resistance in the two arms must be equal. Okay, നമ്മൾ എക്സ്പ്രഷനിൽ എഴുതിയല്ലോ, ഏതാണ്? P into RX is equal to Q into S. നമ്മൾ മുന്നത്തെ എക്സ്പ്രഷനിൽ എഴുതിയല്ലോ. അപ്പൊ ഇതിന്റെ റേഷ്യോസ് ഇതൊരു റേഷ്യോ ആക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ റേഷ്യോസ് സെയിം ആയിരിക്കണം, അപ്പോഴാണിത് ഓക്കെ ആവുന്നത്. ഓക്കെ, റേഷ്യോ ആക്കി എഴുതാമല്ലോ. സോ ദ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ഇൻ ദി ടു ആംസ് മസ്റ്റ് ബി ഈക്വൽ. Which of the following is a common application of Wheatstone bridge? കോമൺ ആപ്ലിക്കേഷൻ എന്തിനാണ്? നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് ഒന്നും വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആംപ്ലിഫിക്കേഷൻ ഒന്നും അതിന് ചെയ്യാൻ പറ്റില്ല, ഫ്രീക്വൻസി ഇതൊന്നും അല്ല. നമുക്ക് ഓപ്ഷൻസ് വളരെ ക്ലിയർ ആണ്. ടെമ്പറേച്ചർ മെഷർമെന്റ്, കാരണം ട്രാൻസ്ഡ്യൂസർ അവിടെ വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അല്ലേ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് Wheatstone bridge. ഇറ്റ്സ് എ വെരി സിമ്പിൾ ബ്രിഡ്ജ്. 4 റെസിസ്റ്റേഴ്സ് ഉള്ളൊരു ബ്രിഡ്ജ് ആണ് ഈ Wheatstone bridge എന്ന് പറയുന്നത്. ഓക്കെ, so thank you for listening. Thank you.